അസ്സലാമലൈക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ട്രെയിനിലേക്ക് ഞങ്ങൾ കയറി തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. എന്തോ ഈ വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ, ഈ വീഡിയോസൊക്കെ കാണുമ്പം എല്ലാം കഴിഞ്ഞില്ലേ എന്നൊരു അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിങ്സ്. ട്രെയിനിലാകുമ്പോൾ പിന്നെ ഞങ്ങൾ യൂനൊക്കെ കളിച്ചു കേട്ടോ. ലാസ്റ്റത്തെ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ട്രെയിൻ ഇറങ്ങി വീട്ടിലെത്തോളുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ഒന്നും വല്ലാത്ത വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം ഫുള്ളും ഉറങ്ങി തന്നെയായിരുന്നു അന്ന്. ഏറെക്കുറെ അന്നാണെങ്കിൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏറെക്കുറെ ടൈം ഉറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കിടന്നിട്ട് ഒരു 8:45 ആയപ്പോഴാണ് നീച്ചത്. പിന്നെ ഒരു 11 മണിക്ക് കിടന്നിട്ട് പിന്നെ നീക്കുന്നത് ഈവനിങ് ഈ ടൈം ആയപ്പോഴാണ്. കണ്ടില്ലേ, ഈവനിങ് ആണ് മനസ്സിലാവണ്ടല്ലോ കാണുമ്പോൾ തന്നെ, വീഡിയോ കാണുമ്പോൾ. ഒരു 6 മണി 5:45 ആ ടൈം ആയപ്പോഴാണ് നീച്ചത് തന്നെ. അങ്ങനത്തെ ഉറക്കമാണ്, കാരണം എനിക്ക് തലനായിട്ട് നല്ല കുത്തിടുക്കുകയായിരുന്നു കേട്ടോ. ഉറക്കൊന്ന് ശരിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കിടന്നുറങ്ങിയതാണ്. അപ്പം ഞാൻ ഉറങ്ങാണ്ട് ഓലൊക്കെ പേടിച്ചു. പിന്നെ ലൂഡോ കളിച്ചു. പക്ഷെ എനിക്ക് ലൂഡോ കളിക്കാൻ ഒരു മൂടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കളിച്ചു. പിന്നെ പിറ്റേ ദിവസമായിട്ടോ. അപ്പോഴാണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ട്രെയിനിൽ കൂടെ ഒക്കെ നടന്നിരുന്നു. അപ്പം ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് തന്നെ വാങ്ങി. പിന്നെ ഇങ്ങനെ ഓരോ രസമുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണ്. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കും. ഞാൻ മേലാണ് കിടന്നത്, ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ട്രെയിനിലാകുമ്പോൾ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെ. ഇത് ഗോവയുണ്ടോ, നല്ല രസമുള്ള സ്ഥലമല്ലേ, കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഗോവയിലെത്തപ്പോൾ അവിടെ ഫുള്ള് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ. വീണ്ടും ഞങ്ങളെ കലാപരിപാടി തുടങ്ങി ഗായ്സ്. ട്രെയിനിലായപ്പോൾ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അന്ന് രാത്രി പറയാൻ വേണ്ട, ഞങ്ങളൊന്നും അധികം ആരും ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കോളേജിലേക്ക് ഫസ്റ്റ് വന്നപ്പോൾ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഓരോന്ന് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതും ഗോവ തന്നെ തോന്നുന്നുണ്ട്, ഗോവ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കണ്ടില്ലേ, ഇതായിരുന്നു ഞങ്ങളെ പരിപാടി കേട്ടോ. ലാസ്റ്റ് പിന്നെ സാറുമാരെ ചിരി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ രണ്ടാമതെടുത്ത വീഡിയോ ആണ് അത്. പിന്നെ കണ്ടിലേക്ക് പിന്നെ ഞാൻ എപ്പോഴും എന്തോ ഒരു ഭംഗിയിലേക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കാണാൻ ഈ സൺസെറ്റിൻ്റെ സമയം ആകുമ്പോൾ. പിന്നെ രാത്രി പറഞ്ഞില്ലേ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിരുന്നോന്ന്. പിന്നെ ഞങ്ങൾ മധ്യർക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ മംഗലാപുരത്ത് എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷമായത്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നല്ലൊരു ഫുഡ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഷൊർണൂരെത്തി 4 മണിക്കാണ് അവിടെ ഇറങ്ങുന്നത്. പിന്നെ ഒരു 7 മണിക്കാണ് ഞങ്ങൾക്ക് അവിടുന്ന് വീട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടിയത് കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ കുറച്ച് നേരം ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഓരോ കലാപരിപാടികളായിട്ട് അങ്ങനെ ടൈം ഇങ്ങനെ പോക്കി. അപ്പോൾ ട്രെയിൻ വരാനായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട്. ഇത് മിസ്സിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓനിങ്ങനെ നടക്കുകയാണ്, എന്താ കണ്ണ് കാണാതെ ഓരോ കളിയിൽ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ കളിക്കില്ലേ, അങ്ങനെ ഓനെക്കൂടെ ഇങ്ങനെ നടപ്പിച്ചതാണ്. എത്ര പേര് പോകുന്നു. ഇതാ നീസ. ഓള് പിന്നെ കണ്ണ് കാണാതെ ഫുള്ള് നടന്നു കേട്ടോ. ഒരു കളി പോലും തെറ്റിച്ചിട്ടില്ല അവൾ. അങ്ങനെയൊക്കെ ആയി. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി. അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൻ്റെ അവസാന നിമിഷങ്ങളാണ് കാഴ്ച കാണുന്നത്. എന്താ അറിയില്ല, കാണുമ്പോൾ തന്നെ എന്തോ ഒരു സങ്കടം. രാവിലെ ഞാൻ നേരം വെളുക്കുമ്പോഴേ സൂര്യനാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലെത്തി. അപ്പം അത്രേ ഉള്ളൂ.